ഹലോ ഗൈഡ്സ്, ഇറ്റ്സ് മീ ആൻഡ്യൂസ്. എല്ലാവർക്കും മാഡ് ആൻഡ് ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു സോളാർ എമർജൻസി ലാമ്പുമായിട്ടാണ്. അത് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോളാർ എമർജൻസി ലാമ്പാണിത്. അത് നമുക്ക് വീട്ടിലെ കറണ്ടും ഉപയോഗിച്ച് നമുക്ക് റീചാർജ് ചെയ്യാം. കൂടാതെ വെയിലത്ത് വെച്ചാൽ സൂര്യോർജ്ജം ഉപയോഗിച്ച് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എമർജൻസി ലാമ്പാണ്. വളരെ എളുപ്പമാണ്. വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഓളിൽ ഇട്ട് വെക്കാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ പരിചയപ്പെടുത്തി തരാം. പേജിൻ്റെ പേര് പാപ്പിലോൺ എന്നാണ് പേജിൻ്റെ പേര്. ഇതൊരു ഡ്രോയിങ് പേജാണ്. അപ്പോൾ ഡ്രോയിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചറൊക്കെ വരച്ച് തന്നെങ്കിൽ ഈ പേജുമായിട്ട് കോൺടാക്ട് ചെയ്താൽ അവർ ഓർഡർ അനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് വരച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടാതെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിന് നമുക്ക് ആദ്യം വേണ്ട ഇതുപോലത്തെ ഒരു സ്ക്വയർ ബോക്സ് ആണ്. നമ്മുടെ സ്വിച്ച് ബോർഡിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബോക്സാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം LED ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ LED വെക്കാൻ പാകത്തിന് നമ്മൾ ഓരോ ഹോൾ ഇട്ട് കൊടുക്കണം. അതിന് നമ്മളൊരു ഏകദേശം ഒരു 12 LED ആണ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഏകദേശം ഒരേ അളവിന് നമുക്കൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം ഹോൾ ഇടുന്നതിന്. അങ്ങനെ മാർക്ക് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഹോളിട്ടെടുക്കണം. നമ്മൾ ഒരു സോൾഡർ മെഷീൻ വെച്ചാണ് ഹോളിടുന്നത്. അങ്ങനെ നമ്മളൊരു ഹോളിട്ടെടുത്തിട്ടുണ്ട്. ഒരു 12 ഹോളാണ് നമ്മൾ ഇട്ട് വെച്ചേക്കണേ. അപ്പോൾ ഇനി നമുക്ക് LEDs വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പോസിറ്റീവ് എല്ലാം ഒരു സൈഡിലും നെഗറ്റീവ് എല്ലാം മറ്റൊരു സൈഡിലും എന്ന രീതിയിലാണ് നമ്മൾ വെക്കാൻ. പിന്നെ അതിനുശേഷം ഈ നെഗറ്റീവ് വന്ന ഭാഗമായതുകൊണ്ട് ഈ സൈഡിൽ നമ്മൾ നെഗറ്റീവ് വെച്ച് കൊടുക്കുക. അപ്പൊ ഇതെല്ലാം നെഗറ്റീവ് വന്നു, ഇതെല്ലാം പോസിറ്റീവ് വന്നു. ഇനി അടുത്ത ഇവിടെ പോസിറ്റീവ് എന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പൊ നമ്മൾ LED എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നെഗറ്റീവ് പിന്നും ഇതും എല്ലാം നെഗറ്റീവ് പിന്നും. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവും കൂടെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി മുട്ടിച്ചു കൊടുക്കും. ഇതെല്ലാം പോസിറ്റീവും ഇതെല്ലാം പോസിറ്റീവും ആണ്. അപ്പൊ ഈ പോസിറ്റീവും കൂടെ മുട്ടിച്ചു കൊടുക്കുക. അപ്പൊ ഈ രണ്ട് ബൾബിന്റെ ഒക്കെ നെഗറ്റീവ് പിന്നുകൾ തമ്മിൽ ഇങ്ങനെ മുട്ടിച്ചിട്ടുണ്ട്. ഈ രണ്ട് ബൾബിന്റെ നെഗറ്റീവ് പിന്നുകൾ തമ്മിൽ മുട്ടി. അപ്പൊ ഈ നെഗറ്റീവ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു കമ്പിയിൽ നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഇതിന്റെ പോസിറ്റീവ് ലെഗുകൾ തമ്മിൽ ഇങ്ങനെ സോൾഡർ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഈ രീതിയിൽ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എല്ലാം നെഗറ്റീവും ഇതെല്ലാം പോസിറ്റീവും ഇതെല്ലാം നെഗറ്റീവും ഇതെല്ലാം പോസിറ്റീവാണ്. അപ്പൊ നമുക്ക് ഈ പോസിറ്റീവും കണക്ട് ചെയ്യണം. ഈ നെഗറ്റീവും തമ്മിൽ ഒരു വയറിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. എന്നാൽ നമുക്ക് ഒറ്റ വയറിൽ തന്നെ എല്ലാ ലൈറ്റും തെളിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം ഈ LEDസിന്റെ ഒക്കെ നെഗറ്റീവ് പിന്നാണ് ഇതും, ഈ LEDസിന്റെ രണ്ടിന്റെ നെഗറ്റീവ് പിൻസ് ആണ് ഇത്. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് ഒരു വയർ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് ലെഗുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു വയറും കണ്ടു. അപ്പൊ ഇതിനെല്ലാം കൂടി നമ്മൾ രണ്ട് വയറാണ് എടുത്തേക്കണം. അപ്പൊ ഈ ഒരു വയറിൽ തന്നെ നമുക്ക് എല്ലാ ലൈറ്റും തെളിയാൻ പറ്റും. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഒന്ന്. കണ്ടില്ലേ? അടുത്തായിട്ട് നമ്മൾ ഒരു ബേസ് ബോർഡ് നമ്മളിങ്ങനെ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ വെക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോൾ വഴി ഈ വയർ വലിച്ച ശേഷം നമുക്ക് ഇതിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. അത് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ,
അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു DC സോക്കറ്റും ഒരു സ്വിച്ചും ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ DC സോക്കറ്റും സ്വിച്ചും വെക്കാൻ വേണ്ടി നമുക്ക് ബോക്സിൽ ഒരു ഹോളിട്ട് എടുക്കണം. ഹോൾ ഇട്ടിട്ട് വരാം. നമ്മൾ ഹോളിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് 2 വയറും എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ട ഇതുപോലത്തെ 2 ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് 4 വാട്ട് 1/2 ആംപിയറിൻ്റെ 2 ബാറ്ററിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവും തമ്മിൽ നമുക്കൊന്ന് ഒരു വയർ വെച്ച് കണക്ട് ചെയ്യാം. അതുപോലെ നെഗറ്റീവും തമ്മിൽ നമുക്ക് ഒരു വയർ വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സോൾഡർ ചെയ്തെടുത്ത് വെച്ചാൽ ബാറ്ററി രണ്ടും വെച്ച് കൊടുക്കുക. ഇവിടെ നമുക്ക് ഒന്ന് ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു മിനി സോളാർ പാനലാണ്. അതായത് 7 സെന്റിയും നീളവും വീതിയുള്ള ഒരു മിനി സോളാർ പാനലാണ് ഞാൻ എടുത്തത്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും. 90, 70, 75 രൂപയൊക്കെ വില വരുന്നുള്ളൂ. ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 വയർ സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ ആദ്യം എടുത്ത ബോക്സിൻ്റെ അടപ്പയിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഫെവിക്വിക്ക് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇതുപോലത്തെ ഒരു LED കൂടെ വേണം. ഇത് നമുക്ക് സോളാർ പാനലിൻ്റെ വൈദ്യുതി വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു LED നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഒരു തുള ഉളച്ചെടുക്കാം. വയറിങ്ങിലോട്ട് ഇടണം. ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് വയറും നമ്മുടെ സ്വിച്ചുമായിട്ട് ആദ്യം നമുക്ക് കണക്ട് ചെയ്യാം. ഈ സ്വിച്ചിൽ നിന്ന് വരുന്ന ഈ വയറും പിന്നെ ബൾബുമായിട്ടും കണക്ട് ചെയ്യാം. അങ്ങനെ അതിനുശേഷം ബൾബിൽ നിന്നുള്ള നെഗറ്റീവും ബാറ്ററിയിൽ നിന്നുള്ള നെഗറ്റീവും നേരിട്ട് കണക്ട് ചെയ്യാം. ഇപ്പൊ സ്വിച്ച് ഓണിലാണ് കിടക്കണേ. ഇനി നമുക്ക് ഓഫ് ആയി വെക്കാം. കണ്ടോ? ഇനി അടുത്തത് നമ്മുടെ DC സോക്കറ്റിൽ നിന്ന് വരുന്ന നെഗറ്റീവും ബാറ്ററിയുടെ നെഗറ്റീവ് ആ വയറുമായിട്ട് നമുക്ക് നേരെ കണക്ട് ചെയ്ത് കൊടുക്കാം. DC സോക്കറ്റിൽ നിന്ന് വരുന്ന പോസിറ്റീവും ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് നേരെ കണക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 4007 എന്നൊരു ഡയോഡാണ് നമുക്ക് ആവശ്യം വേണ്ടത്. ഈ ഡയോഡിന്റെ ഈ വെള്ള വര കിടക്കുന്ന ഭാഗം നമ്മൾ ബാറ്ററിയുടെയൊക്കെ പോസിറ്റീവ് ഭാഗമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ വശം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന LED പോസിറ്റീവായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അടുത്ത നമുക്ക് പിന്നെ സോളാർ പാനലിൽ നിന്ന് വരുന്ന ഈ പോസിറ്റീവ് വയർ നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത LED ഇവിടെ ഈ ലെഗുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. പോസിറ്റീവ് ലെഗ് പോസിറ്റീവായിട്ടും കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നെഗറ്റീവ് ലെഗ് സോളാർ പാനൽ നെഗറ്റീവ് പിന്നെ LED നെഗറ്റീവായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. അതിനുശേഷം LED നെഗറ്റീവ് വയറും ബാറ്ററിയുടെ നെഗറ്റീവ് വയറുമായിട്ടും കണക്ട് ചെയ്താൽ നമ്മുടെ വയറിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി ഇനി അടച്ച് മാത്രം മതി. ഇനി നമുക്കിത് അടയ്ക്കാം. ഇനി സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ നല്ല രീതിയിൽ റീചാർജ് ചെയ്യുന്നുണ്ട് വെയിലിനുകൊണ്ട്. കണ്ടോ, ഇത് അടച്ചപ്പോൾ ലൈറ്റ് കെട്ടത് കണ്ട. ഇപ്പോൾ ചാർജ് കയറുന്നില്ല. ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട്. ഇന്ന് എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. കൂടാതെ ഞാൻ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ കാര്യവും മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.